ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജെം ടോക്കീസ്. അപ്പം എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നു വിചാരിക്കുന്നു. യെസ്റ്റർഡേ നമ്മുടെ മഞ്ചേരിക്കാർക്ക് ഭയങ്കര ഒരു ഉത്സവമായിരുന്നു. റോഡ് ഷോയും സ്വീകരണവും ഒക്കെ വളരെ മികച്ച രീതിയിൽ തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. ഷാനവാസിക്കയുടെ ആ സ്ക്രീൻ പ്രസൻസ് നല്ല രസമുണ്ടായിരുന്നു കാണാൻ, കൂളിംഗ് ഗ്ലാസ് വെച്ചതും ഒക്കെ. അപ്പം പ്രസംഗത്തിൻ്റെ ഇടയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു, മഞ്ചേരിക്കാരെ ഒരുപാട് പൊക്കി പൊക്കി പറയുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ മഞ്ചേരിക്കാർ മാത്രം വോട്ട് ചെയ്തത് കൊണ്ടാണ് ഷാനവാസിക്ക് തേർഡ് പ്ലേസിലെത്തിയത് എന്നൊരു സംഭവം അവിടെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഷാനവാസിക്ക് സ്നേഹിക്കുന്ന പ്യുവറായിട്ടുള്ള ജെന്യുവനായിട്ടുള്ള ഫാൻസിന് അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് ഞാൻ മനസ്സിലാക്കി. അതായത് പലർക്കും കുറച്ച് സങ്കടങ്ങൾ തോന്നി. പക്ഷേ സങ്കടപ്പെടേണ്ട ഒരാവശ്യമില്ല. കാരണം മഞ്ചേരിക്കാർ അത്രയും ബുദ്ധിമുട്ടിയൊക്കെയാണ് ആ ഒരു സ്വീകരണം നൽകിയത്. അപ്പം ഷാനവാസിക്ക എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഷാനവാസിക്കയുടെ ടോക്ക്, അതായത് പ്രസംഗത്തിൽ ലോകമെമ്പാടുമുള്ള ജനങ്ങളെന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷാനവാസിക്ക ആരെയും മറന്നിട്ടില്ല, വോട്ട് ചെയ്ത് ആരെയും മറന്നിട്ടില്ല. പക്ഷേ ഷാനവാസിൻ്റെ ജന്മനാട് ആയതുകൊണ്ട് അതിനെ കുറച്ച് ഹൈപ്പ് ചെയ്ത് പറയേണ്ട ആവശ്യമുണ്ട്. കാരണം അത്രയും സംഭവങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്, സ്വീകരിക്കുന്നുണ്ട്. അപ്പം ബാക്കിയുള്ള ആൾക്കാർ, അതായത് ഫാൻസ്, പല ജില്ലകളിലുള്ള ഫാൻസ്, അതായത് പത്തനംതിട്ട, ഇടുക്കി, ചെന്നൈ, UK, അതായത് എൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ വരാറുണ്ട് ഒരു UK യിലുള്ളൊരു ഫാന്. അപ്പം പല പല രാജ്യത്തിലുള്ള ആൾക്കാർ, ലോകമെമ്പാടുമുള്ള രാജ്യത്തിലുള്ള ആൾക്കാരെന്നാണ് ഷാനവാസിക്ക അതിനെ സംബോധന ചെയ്തത്. അപ്പോൾ ബാക്കിയുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളതല്ല, ഷാനവാസിക്ക എന്താണ് ഉദ്ദേശിച്ചത് അത് മാത്രം ബാക്കിയുള്ളവർ ചിന്തിച്ചാൽ മതി. അതൊരു വലിയൊരു ഒരു വിഷമമായിട്ട് പല ഫാൻസിൻ്റെയും ഉള്ളിൽ കിടന്നു. കാരണം നമ്മളപ്പോൾ വോട്ട് ചെയ്ത ആൾക്കാർ മണ്ടന്മാരായി പോയോ എന്നൊരു കമൻറ്റ് വരെ ഞാൻ കണ്ടു. ആ ഒരു കമൻറ്റ് ഇട്ടിരിക്കുന്ന ആൾ ഫേക്കൊന്നുമല്ല, ഓൾറെഡി എനിക്കറിയാവുന്നൊരു വ്യക്തിയാണ്. ഐ മീൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറ്റ്ലീസ്റ്റ് അവരത് കാണുന്നുണ്ടല്ലോ. ഷാനവാസിക്കയുടെ എന്താണ് സ്വീകരണം, എന്താണ്, എങ്ങനെയാണെന്നുള്ളത് കാണുന്നുണ്ടല്ലോ. ആസ് എ വ്യൂവർ എന്ന രീതിയിൽ അവരിരുന്ന് കാണുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമല്ല എന്നുള്ളെങ്കിൽ അവർക്ക് മാറ്റാം, അവർ കാണേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ ഒരു കാര്യം പറയുന്നത് വെച്ചാൽ, ഷാനവാസിക്കിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അത് നല്ല രീതിയിൽ ആൾക്കാർ മികച്ച രീതിയിൽ തന്നെയാണ് ആ സ്വീകരണം നടത്തിയതും. അപ്പോൾ ഇങ്ങനൊരു ഡീഗ്രേഡിൻ്റെ ആവശ്യം ഇല്ല. നിങ്ങൾ വെറുതെ മണ്ടന്മാരാവണ്ട. ഇങ്ങനൊരു ഡിഗ്രീഡിൻ്റെ ആവശ്യമില്ല. ഒരാളെയും നമ്മൾ കമ്പാരിസൺ ചെയ്തതിൻ്റെ ആവശ്യമില്ല. അനീഷേട്ടൻ്റെ വഴിക്ക് പോകുന്നു, ഷാനവാസിക്കയുടെ വഴിക്ക് പോകുന്നു. അതേപോലെ തന്നെ ഇത് ആരുടെ ഫാൻസ് ആണെന്നൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ പറയണമെന്നില്ല. ചിലപ്പം വേറെ ആൾക്കാരുടെ ഫാൻസ് വന്നായിരിക്കും അനീഷിൻ്റെ ഇതിന്ന് പറയുന്നത് ഇടുന്നത്. ചിലപ്പോൾ അവർ രണ്ടുപേരും തെറ്റിക്കാൻ വേണ്ടിയിട്ട്, അവർ രണ്ടുപേരുടെയും ഫാൻസ് തെറ്റിക്കാൻ വേണ്ടി. ശരിക്കും പറഞ്ഞാൽ ഷാനവാസിക്കയുടെ ഫാൻസ് ആയാലും അനീഷേട്ടൻ്റെ ഫാൻസ് ആയാലും നല്ലൊരു മൂവിലാണ് പോകുന്നത്. ഒരു നല്ലൊരു റാപ്പ് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് അവർ. ഷാനവാസിക്കയുടെ എന്ത് വന്നാലും അവരും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അനീഷേട്ടൻ്റെ എന്ത് വന്നാലും ഷാനവാസിക്കയുടെ ഫാൻസും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ പോലും അനീഷേട്ടൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇടാറുണ്ട്. എന്ന് വെച്ചിട്ട് അനീഷേട്ടൻ്റെ സ്വീകരണത്തിൽ ആൾ കുറവാണ്, അനുമോളുടെ സ്വീകരണത്തിൽ ഭയങ്കര ആളായിരുന്നല്ലോ എന്നുള്ളതൊന്നും നമ്മൾ ഇതുവരെ മൈൻഡിൽ വെക്കുന്നില്ല. ഒരു പക്ഷേ അത് അനീഷേട്ടൻ്റെ ആൾക്കാരാകണം എന്നില്ല. മനസ്സിലായോ? അപ്പം പല കാരണങ്ങൾ കൊണ്ടും ഇപ്പോഴും ബിഗ് ബോസിൽ നിന്നും ഇറങ്ങാത്ത ഒരുപാട് വ്യക്തികളുണ്ട്. ഇപ്പോഴും അവിടെ തന്നെ നമ്മൾ പറയത്തില്ല പെറ്റ് കിടക്കാൻ ഉദ്ദേശിക്കത്തില്ല, അതേപോലെ തന്നെ പെറ്റ് കിടക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ബിഗ് ബോസിൽ നിന്ന് അവരിതുവരെ ഇറങ്ങിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. വീണ്ടും ഈ കാര്യങ്ങൾ ഞാൻ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ബോറടിക്കാൻ ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാത്തത്. ഇപ്പോഴും ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലാത്ത ഒരുപാട് മനുഷ്യരുണ്ട് വീണ്ടും ഈ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് പറയാനുള്ള ഒറ്റൊരു കാര്യമേ ഉള്ളൂ, ഈ അനീഷേട്ടനെ വെച്ച് കമ്പാരിസൺ ചെയ്യുമ്പോഴത്തേക്കും മനസ്സിലാക്കുക അത് അനീഷേട്ടൻ്റെ ഫാൻസ് ആവണം എന്നില്ല.
എന്താ പറയുക, ബാക്കിയുള്ള ആരുടെയെങ്കിലും ഫാൻസ് ഇപ്പോഴും PR വർക്കുകൾ പുറത്ത് ഒരാളെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഷനവാസ് ഇക്കനെയും അനീഷ് ചേട്ടനെയൊക്കെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് പല PR വർക്കുകളും പുറത്ത് നടക്കുന്നുണ്ട്. ബിഗ് ബോസിന് ശേഷവും ഒരു രക്ഷയില്ലാതെ PR വർക്കുകൾ പുറത്ത് നടക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓരോരുത്തരും ഓരോരുത്തരുടെ ലൈഫ് വെച്ചിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഏതായാലും നമ്മുടെ ഷാനവാസിക്ക് നല്ല ഉയരങ്ങളിലെത്തട്ടെ, നല്ലൊരു സിനിമ എത്തട്ടെ, നല്ലൊരു സിനിമയിലൂടെ നമ്മുടെ ബിഗ് സ്ക്രീനിലെത്തി പുള്ളിക്കാരൻ്റെ പ്രസൻസാണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അപാരം. എനിവേ, സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ ഫോർ മോർ അപ്ഡേറ്റ്സ്.